ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 56 8001 അയ്യോ അയ്യോ എന്തോ ഒരു ശബ്ദം കേട്ടെ. യോ ആരാണ്ടൊക്കെ ഇറങ്ങി ഓടുന്ന കണ്ടയോ. അരവിന്ദ ചാമി വല്ലതും ആണോ എന്റെ ദൈവമേ. അയ്യോ 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 താണ്ടൊരു ഹെലികോപ്റ്റർ. ഓ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഹെലികോപ്റ്റർ കാണുന്നത്. ആ രമണി സുധയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്തൊന്ന് കയറണം. അയ്യോ അയ്യോ എന്റെ ദൈവമേ, ഏതോ കാലമാണെന്നാണ് എന്റെ വാഴത്തോട്ടത്തിനകത്തോട്ട് ഹെലികോപ്റ്റർ കൊണ്ടിടിച്ചു കയറ്റിയേ. അയ്യോ അയ്യോ എന്റെ വാഴേ, എന്റെ വാഴേ, അയ്യോ എന്റെ ഹെലികോപ്റ്ററേ, എന്റെ ഹെലികോപ്റ്റർ, എന്റെ വാഴത്തോട്ടം പോയേ. ഞാൻ ഇതിനി ആരോട് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അയ്യോ വെറുതെ സീൻ മോനെ, സീൻ മോനെ, വെറുതെ സീൻ മോനെ, നോട്ടാ നിങ്ങളുടെ സീൻ മോനെ, വെറുതെ സീൻ മോനെ, കളിയാ നിങ്ങളുടെ സീൻ മോനെ, വെറുതെ സീൻ മോനെ. അങ്ങനെ ഞാൻ സ്വതന്ത്രൻ. വീഡിയോ വേണ്ട, വീഡിയോ വേണ്ടെന്നോ? ഓഡിയോ മാത്രം മതി. അയ്യോ 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 അയ്യോ, ഇപ്പൊ നാണക്കേടായെന്നെ മുന്നേ ഈശ്വരാ. എക്സ്ക്യൂസ് മീ, എന്താ ഇവിടെ ഒരു ബഹളം? താൻ ആരാടോ? ഞാൻ മോളിൽ നിന്ന് വന്നതാ. എന്നിട്ട് എന്ത് അവളെന്തിയെ? അവള് മോളിയുടെ കൂടെ വന്നേന്ന് പറഞ്ഞായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, മോളിൽ നിന്ന് ഈ വണ്ടിയിൽ വന്നതാണെന്ന്. അപ്പൊ നീയാണോ എന്റെ വാഴയെ നശിപ്പിച്ചത്? കൊള്ള, ഇനി അതും കൂടെ ഉള്ളു, ബാക്കി എല്ലാം എന്റെ തലയിൽ ഇരിക്കുക. അയ്യോ. കെട്ടി തലയിൽ വെച്ചതാ. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന കണ്ടോ? എന്തോന്ന്? ഞാൻ വിചാരിച്ചു വാഴയായിരിക്കും. രണ്ടും കണക്കാ. അയ്യോ അയ്യോ എന്റെ കൂമ്പേ, എന്റെ കൂമ്പേ, എന്റെ കൂമ്പേ. ഇങ്ങനെ ഇടിക്കല്ലെന്ന്. എങ്കിൽ നിങ്ങളെ കൂമ്പ് വാടി നിങ്ങൾ ചത്തുപോകും. ഇതൊക്കെ ചോദിക്കും താൻ ആരോട്? താനല്ലേ ഈ പരിപാടി കാണിച്ചിട്ടത്? ഞാനൊരു ലിഫ്റ്റ് അടിച്ചു വന്നാണ്. ഏതോ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അനാവശ്യം പറഞ്ഞിട്ട് അവിടുന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് വാഴത്തോട്ടത്തിലോട്ടാണോ വരുന്നത്? കൊല്ല് കൊല്ല് അല്ല എന്തിനാ? കൊല്ല്. അല്ല, ഞാനിങ്ങനെ ചോദിച്ചോണ്ടല്ലേ ഇങ്ങനെ ഒരു മാട്ട സാധനം ഇപ്പൊ ഈ വായിന്ന് വീണത്. വല്ല ആവശ്യമുണ്ടോ? ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ ലെഫ്റ്റ് എന്നാണോ പറഞ്ഞത്? ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്നാണെന്ന്. ലിഫ്റ്റോ? ആ പിന്നല്ലാതെ. നിങ്ങൾ എന്തോ പന്ന പരിപാടിയാണോ ഈ കാണിച്ചിട്ടേക്കുന്നത്? ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആ ബിവറേജിന്റെ ഫ്രണ്ടിൽ ക്യൂവിൽ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. ഒരാൾ ബാക്കിൽ ക്യൂവിൽ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു പൈൻ്റ് എടുത്ത് തരുമോ, ഞാൻ വണ്ടിയിൽ അങ്ങോട്ട് ആക്കാന്ന് പറഞ്ഞു. ഒരു ഉപകാരം, ബൈക്കിൽ നമുക്ക് വീട്ടിലിടക്കൊന്നും പുറത്തിറങ്ങാലോ. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഹെലികോപ്റ്റർ എടുത്ത് മടിയിൽ വെച്ചും കൊണ്ട് ഗ്രൗണ്ടിൽ വന്നപ്പോൾ അവിടെ കിടക്കുന്ന ഒരു പൈൻ്റ്. അല്ല, ഇത് പൈൻ്റ് മടി കെട്ടി വെച്ചോണ്ട് ഗ്രൗണ്ടിൽ വന്നപ്പോ അവിടെ കിടക്കുന്ന ഈ ഹെലികോപ്റ്റർ ആദ്യമായിട്ട് ഞാൻ അടുത്ത് കാണണേ. ഒരു ടെൻഷനും ഉണ്ട്. എന്തായാലും പോട്ടെ, ഇതിലങ്ങ് കയറി. പുള്ളി അവിടെ തുരിശടിക്കാൻ വന്നെന്നാ പറഞ്ഞേ. അങ്ങനെ ഞാൻ ഇതിനകത്തോട്ട് കയറി. ഇതങ്ങോട്ട് പൊങ്ങിയതും പുള്ളി അതിനകത്തിരുന്നോണ്ട് തമാശ 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 തമാശ. അയ്യോ, ഞാൻ ചിരിച്ച് കൊടുക്കാൻ പുള്ളി എന്നെ ഒരു നോട്ടം. പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല. ഞാൻ ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബസറം കടിച്ചു കൊടുത്തു. ബസറാണെന്ന് പറഞ്ഞൊരു ചോന്ന സാധനം ഇങ്ങനെ പൊങ്ങിയിരുന്ന് അതിൽ ഞാൻ അമർത്തി. പിന്നെ ഈ ബെൽറ്റില്ലാത്ത ലൂസ് പാൻറ് കാലിൽ നിന്ന് ഊരി പോകുമ്പോൾ ഒരൊറ്റ വരക്കുറഞ്ഞു ഇങ്ങോട്ട്. പാഞ്ച് കഥ പറയാനാണോ താൻ ഇതുവരെ ഇങ്ങോട്ട് വന്നത്? പാഞ്ച് കഥ പറയാനാണോ വന്നേ? ഞാനല്ല, ഇതിന്റെ ഡ്രൈവർ ഇറങ്ങി ഓടി. ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്നതാന്ന്. എന്റെ ദൈവം, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ ഇനി അണ്ണാച്ചിയുടെ അടുത്ത് എന്തോ കൊടുക്കും ഞാൻ. ആ സംഭവം സാധാരണ പഴുത്ത പഴമാണ് കഴിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, കപ്പലിന് വാങ്ങിച്ചു കൊടു, 10 രൂപയ്ക്ക് കഴിച്ചോളും. അണ്ണാൻ കുഞ്ഞിന് കൊടുക്കുന്നു. അണ്ണാച്ചി കൊടുക്കുന്ന കാര്യമാണോ? അണ്ണാച്ചി വരുമ്പോ ഞാൻ എന്തോ പറയുമെന്ന്. അണ്ണാച്ചി എവിടെന്നാ വരുന്നത്? തമിഴ്നാട്ടിൽ നിന്ന്. എന്നാ പിന്നെ തമിഴങ്ങ് പറഞ്ഞൂടെ? അണ്ണാച്ചിയുടെ മോന്റെ കല്യാണമാണെന്ന്. ആഹാ, അപ്പൊ കല്യാണമൊക്കെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചല്ലേ? എന്നെ കല്യാണം വിളിച്ചില്ല കേട്ടോ, ഞാൻ പോണ്. ഇവിടെ പോവാ നീ? നീ ഇതിന്റെ നഷ്ടപരിഹാരം തന്നിട്ട് നീ പോയാ? ഞാൻ പോവും. നീ എവിടെ ഓടുവാ? നീ ഞാൻ പോവും. നിക്കാൻ ഞാൻ പോവും. പോണില്ലേ? നല്ലോണം പിടിച്ചോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചല്ലേ ഞാൻ ഓടിപ്പോവും. ചിപ്സ് കൊടുക്കാനുള്ളതാ കല്യാണത്തിന്, അറിയാമോ? കല്യാണത്തിന് ചിപ്സ് കൊടുക്കണം. അതിനെന്താ ടെൻഷൻ അടിക്കണേ? വാഴൊക്കെ മാത്രമല്ലല്ലോ, മൊത്തം വാഴ അരിഞ്ഞ് തള്ളിക്കല്ലേ, വാരി എണ്ണയിലിട്ട് അങ്ങ് വറക്കുക. എളുപ്പ പണിയായില്ലേ?
എന്നെ കൊണ്ട് കൂടുതൽ വർത്താനം ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഞാൻ ഇനി എന്തോ ചെയ്യുമെന്നായി പറയുന്നേ. ഞാനൊരു കാര്യം നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കാന്ന് പറ. ടെൻഷൻ ഇല്ലാതിരിക്കും. ഈ കാര്യങ്ങൾ ഞാൻ ഇനി എങ്ങനെ കാണിക്കും? ഇനി എങ്ങനെ കൊടുക്കും? ഞാൻ ഇവിടെ കച്ചവടം നടത്തും. ഞാൻ എത്ര രൂപ നഷ്ടമുണ്ട് അത് പറ. എനിക്ക് 50,000 രൂപ നഷ്ടമാണ്. ഞാൻ പോലീസിനെ വിളിക്കും. വലിച്ച് പോലീസിനെ വിളിക്കുകയാണെങ്കിൽ 50,000 പോയിട്ട് 50 പൈസ പോലും കിട്ടത്തില്ല. അതെന്താ കിട്ടാത്തെ? അവന്മാര് വന്ന് ഈ സാധനം എടുത്തോണ്ട് അങ്ങ് പോകും. പിന്നെ നിങ്ങൾക്ക് ആര് നഷ്ടപരിഹാരം തരും? ആര് തരും? അതാ പറഞ്ഞേ 50,000 പോട്ട് 50 ലക്ഷം രൂപയുടെ സാധനം നിങ്ങളുടെ അടുത്ത് കിടക്കല്ലേ? എവിടെ കിടക്കുന്നു? അവന്റെ ഓട്ടം അനുസരിച്ച് ഇനിയിപ്പോ അവൻ എന്തായാലും ഈ കാലത്തൊന്നും തിരിച്ചു വരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമല്ലേ? എന്നിട്ട് അതെന്താ കാര്യം ചെയ്യാൻ അങ്ങോട്ട്. ഈ പരിസരത്ത് ഇതേപോലത്തെ വണ്ടി ആർക്കെങ്കിലും ഉണ്ട്? ഇവിടെ ആർക്കും ഇല്ല. ഭയങ്കര കമാള് തന്നെ. ക്യാരി വാങ്ങട്ടെ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ ഇത് വിശേഷം എന്തെങ്കിലും? ഉള്ള 2 വിശേഷം രാവിലെ സ്കൂളിൽ പോയേക്കുവാ. അയ്യോ, ഞാൻ ഇങ്ങനെയാണെങ്കിൽ പിണങ്ങിപ്പോ ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും കല്യാണമോ നൂല് കെട്ടോ അങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? വിശേഷം ഓർമ്മ ഉണ്ട്. എന്റെ നാത്തൂന്റെ മോന്റെ കല്യാണം. അവളുടെ വൃത്തിയായിട്ട കല്യാണത്തിന് ഞാൻ പോകത്തില്ല. ഞാൻ പോണം. പോകുമ്പോ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു പട്ടുസാരിയെ കൊടുത്തിട്ട് ഈ വണ്ടിയിൽ അവിടെ ചെന്ന് ഇറങ്ങുന്ന ഒരു സീൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനോ? ഭയങ്കര ചെലം തന്നെ. അയ്യോ, പക്ഷെ എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അയ്യോ, അതാണ് ഇത്ര വലിയ കാര്യം. ടെൻഷൻ അടിക്കണ്ട. അങ്ങ് പൊക്കുക. പൊങ്ങി ഇങ്ങനെ ചെല്ലുമ്പോ മേഘം കാണും. മേഘത്തിലോട്ട് ഈ സാധനത്തിൽ കൊണ്ടത് ഇറക്കി വെക്കുക. പിന്നെ മേഘം അങ്ങ് കൊണ്ട് വെക്കോളും. നമ്മൾ ഓടിക്കണ്ട. അത്രേ സിമ്പിൾ പരിപാടിയല്ലേ? ഇത്രേ ഉള്ളൂ. ഈറൻ മേഘം പൂവും കൊണ്ടേ നിന്റെ കല്യാണത്തിന് ഞാൻ വരുന്നുണ്ടടി. അഥവാ ഈ ഹെലികോപ്റ്റർ പറന്നില്ലെങ്കിലും ഇവള് വാഗൊണ്ട് ഇങ്ങനെ പറത്തിക്കോളും. എന്റെ പൊന്നെ, എന്തോ വരക്കമായിരുന്നു. കരഞ്ഞ് നിലവിളിച്ച് എന്നെ ഇപ്പൊ തിന്ന് തീർക്കുമെന്ന് പറഞ്ഞാ നൈസായിട്ട് പോയ പോക്കോണ്ട. ഇതാണ് പറ്റിയ ടൈം. ഓടി രക്ഷപ്പെടാം. അയ്യോ, ഇവിടെ അടുത്തിടെയോ ഹിമാലയം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മഞ്ഞു മനുഷ്യൻ വരുന്നുണ്ടല്ലോ. ദൈവമേ, പോലെ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും. പട്ടിയുടെ വില അവൻ എനിക്ക് തരുന്നില്ല. ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് ഓലയും കൊണ്ട് വന്നയോ? എന്തൊക്കെയുണ്ട് പട അയൽ രാജ്യത്ത് വിശേഷങ്ങൾ? പിന്നെ ഓലയും കൊണ്ട് വന്നെന്ന് പറഞ്ഞു ചെബുക്കല്ലടിക്കാൻ പൊട്ടിക്കും. അവിടെ മാനം മര്യാദയ്ക്ക് കുളിച്ചോണ്ടിരുന്ന കുളിപ്പരയില് ഈ സാധനം എവിടെന്നോ എന്തോ ഒരു കാറ്റ് വന്ന് 4 തരം പറഞ്ഞു തെറിച്ച് മിച്ചം കിട്ടിയത് ഈ ഒരൊറ്റ ഓലയാണ്. ഉണ്ടായിരുന്ന തുണിയും കാര്യങ്ങളെല്ലാം കാറ്റത്തടിച്ച് പറഞ്ഞു പോയി. എനിക്ക് ഇടാൻ പോലും ഡ്രസ് ഇല്ലടാ. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു തുണി വേണമെങ്കിൽ ഞാൻ തരാം. എന്ത്? അതിന്റെ പുറത്ത് കിടപ്പുണ്ട്. അയ്യോ, ഞാൻ ഇംഗ്ലീഷ് സിനിമയിലേ കണ്ടിട്ടുള്ള ഹെലികോപ്റ്ററിൽ വന്ന് സ്വർണം മോട്ടിച്ചോട് വന്നു ബാങ്ക് കൊള്ള. എന്റെ നിക്കർ വന്ന് ഈ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നു. എന്ത് കിട്ടുന്നു? ഇനി ഇത് നിധി വല്ലോ ആയിരിക്കോ? നിധി വല്ലോ ആയിരിക്കോ എന്നെ അറിയത്തില്ല. അതെ, സംഭവം ഇതിന്റെ ലീഫ് കൊണ്ടതായിരിക്കും. ഞാൻ പറഞ്ഞോട്ടെ, ഞാനല്ല ഇതിന്റെ ഉടമസ്ഥൻ. എനിക്കറിഞ്ഞോളൂ. എനിക്ക് എന്തൊക്കെ നാശങ്ങൾ ഉണ്ടായെന്ന് അറിയാമോ? ഈ എടുത്തോണ്ട് പോണോ ഈ ഓണത്തുമ്പിയെ? ഓണത്തുമ്പിയാ? ഈ സാധനത്തിന്റെ ഇത് ഹെലികോപ്റ്റർ ആണെന്ന്. എന്തൊരു ഹെലികോപ്റ്റർ? എനിക്കറിഞ്ഞില്ല. എനിക്ക് എന്തൊക്കെ നാശങ്ങളാണെന്ന് അറിയാമോ സംഭവം? എന്റെ എല്ലാം പോയി. എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ എന്റെ സോപ്പ് പോയി. എനിക്കത് എടുത്തു തരണം. ദൈവമേ, വന്നതും നിന്നതും എല്ലാ മാരണങ്ങളാണല്ലോ. ഞാൻ ഇതെങ്ങനെ സഹിക്കും? എനിക്ക് നാശത്തിന്റെ പൈസ നഷ്ടപരിഹാരം എന്താ? എനിക്ക് ഒന്നാമത് എനിക്ക് ടെസ്റ്റിന് പോകണം. ടെസ്റ്റിന് പോകണം? പിന്നെ അതിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ സാധനം എന്ന് പറഞ്ഞ ഈ ഫാന് അകത്ത് വെച്ച് കൊള്ളണം. ഇത് പുറത്ത് വെച്ചോണ്ടല്ലേ ഇത് ഇത്ര വിഷയം ഉണ്ടായത്? എവിടെ പോണെന്ന് പറഞ്ഞു? ടെസ്റ്റ്. നല്ല നോളജ്. മിക്കവാറും PSC പരീക്ഷയ്ക്ക് ഫസ്റ്റ് കിട്ടും, ജോലിയും കിട്ടും. PSC ടെസ്റ്റ് അല്ല, പിന്നെ എന്റെ ബ്ലഡ് ടെസ്റ്റിന് പോണോന്നാ പറഞ്ഞത്. എനിക്കറിഞ്ഞോ നഷ്ടപരിഹാരം എന്താണോ? എന്റെ അവിടെ ഓലപ്പരയൊക്കെ പോയി. എനിക്ക് ഭാഗ്യം ഇല്ലാത്തവനായി പോയല്ലോ ഈശ്വരാ. നഷ്ടപരിഹാരം എന്താ? നിന്റെ ഹെലികോപ്റ്ററിൽ നഷ്ടപരിഹാരം എന്താ? ഞാനല്ല ഇതിന്റെ ഉടമസ്ഥൻ. ഉടമസ്ഥൻ ഈ വാഴത്തോട്ടത്തിന്റെ ഓണർ അവരാ, ഒരു സ്ത്രീ. ജലജേ അവള് പണ്ടേ തുടങ്ങിയതാ എന്റെ അടുത്ത് വൈരാഗ്യം. നമ്മള് 90 കിഡ്സിനെ അതറിയൂ. പണ്ട് എല്ലാ പഞ്ചായത്തിലേ TV കാണത്തില്ല. ഒരു വീട്ടിലേ കാണൂ TV. അന്ന് ഈ പഞ്ചായത്തിൽ TV ഉള്ളത് ജലജയുടെ വീട്ടിലാ. നമ്മള് ഞായറാഴ്ച സിനിമ കാണാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോ ഇവിടെ തന്ത പറയും, ഭിത്തി ചേർന്നിരിക്കല്ലേ, പെയിന്റ് പോവും. 5 മിനിറ്റ് TV കണ്ടു കഴിഞ്ഞാൽ പറയും TV ചൂടായി, എഴുന്നേറ്റ് പോകാൻ പറയും. അന്ന് തുടങ്ങിയതാ എനിക്ക് ആ വൈരാഗ്യം. വൈരാഗ്യമുണ്ടോ? പിന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ 4 TV ഉണ്ട്. 4 TV ഉണ്ടോ? പിന്നെ ആരൊക്കെ കാണുന്നേ? ആര് കാണാൻ? പരസ്പരം മുഖാമുഖം വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങ് കാണട്ടെന്ന്. ജലജ വരാൻ പറ. അതെ, കാണടി.
യ്യോ. കാണടി. ഏ, പെണ്ണുങ്ങളുടെ അടുത്ത് വന്ന് അനാവശ്യം കാണിക്കുന്നുണ്ടോ ഇയാൾ? ഇതാരാ ഇത്? കേട്ടോനെ നീ എന്തോടാ ഈ കാണിക്കുന്നത്? ഇതാരുടെ അടി? ഇതെന്റെയാ. ഐറ്റം വേറെ ആ, എന്തുവാ? എന്റെ ആയിന്ന് പറഞ്ഞ് ആ അങ്ങനെയാണെങ്കിൽ ഫ്ലോർ ക്ലിയറൻസ് പ്രോപ്പർട്ടിക്ക് എടുത്ത് മാറ്റിക്കോ. കട്ട് 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 കട്ട്. അയ്യോ അതല്ലെന്ന്. എന്റെ ആയെന്നല്ല പറഞ്ഞത്, ഇത് എന്റെയാന്നാ പറഞ്ഞത്. ഒന്നേന്ന് പറഞ്ഞു തുടങ്ങണല്ലേ? നിന്റെ ഹെലികോപ്റ്റർ ആണോ? എനിക്ക് നാശനഷ്ടം ഉണ്ടായി, പൈസ അടി. ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ആ രായേന്ദ്രേ, ഏത് രാജേന്ദ്രൻ? നിന്റെ അയൽവാസി രായേന്ദ്രേ. 10-15 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന രാജേന്ദ്രനെ എനിക്ക് അറിഞ്ഞൂടായോ? ഞാൻ രായേന്ദ്രനെന്ന് ആണ് സംശയം ഉണ്ടെങ്കിൽ നോക്കിയാണ് മുതത്ത് പാട്. അയ്യോ ഇത് നമ്മുടെ രാജേന്ദ്രൻ തന്നെ. അതെങ്ങനെ മനസ്സിലായി? ഇവിടത്തെ പഞ്ചായത്ത് കിണറില് പബ്ലിക്കായിട്ട് നിന്ന് കുളിക്കുന്ന ഒറ്റ ഒരുത്തനേ ഉള്ളൂ, അത് ഈ രാജേന്ദ്രനാ. പെണ്ണുങ്ങളെല്ലാരും കൂടെ തെരണ്ടിവാലിനടിച്ച പാടാ പുറത്ത് കിടക്കുന്നത്. ഇവിടെ നോക്കട്ടെ. ആ ഇത് ഹെലികോപ്റ്ററിന്റെ പാടല്ലേ? അപ്പൊ ഹെലിപ്പാടുമായി. എനിക്കറിയാം നാശനഷ്ടം. എന്താ എനിക്ക് പൈസ തരണം. അല്ല രാജേന്ദ്രന്റെ മുടിഞ്ഞ തല എന്തിയേ? മുടിക്ക തലയോ? തലയുടെ മുടി എന്തിയേ? തലയിലെ മുടിയല്ലേ ഇതാണ്ട് ഇരിക്കുന്നത്. ആ അയ്യോ 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 എന്തുവാ? എന്തുവാ? മോളിൽ നിന്ന് എന്തോ വീഴുന്ന അതല്ലേ? അതെന്താ മുടിയില്ല എന്നുള്ളു. ഇതെന്തുവാ? മോളിൽ നിന്ന് തലയിൽ വീഴായിരിക്കും എന്തോ വീണെന്ന് കരുതി. സൈഡുമാരം അങ്ങ് ചേർന്ന് നിൽക്കുകയല്ലേ? നീ തടുക്കുന്നടാ. എന്റെ ഇത് മുടി കാണുന്നില്ലെന്ന്. എന്റെ മുടി കാണുന്നില്ല. മുടിയാ? അപ്പൊ വിക്കായിരുന്നാ? വിക്കൊന്നുമില്ല, നല്ലപോലെ സംസാരിച്ചോണ്ടിരുന്നേ. അയ്യോ അതല്ല, വിക്കായിരുന്ന വെച്ചിരുന്നേന്ന്. വിക്ക് 25,000 രൂപ വിക്ക. 25,000? ആ ഈ സാധനം അടിച്ചു പോയതാ. എനിക്ക് അറിഞ്ഞോളൂ ദൈവമേ. എനിക്കറിയാം 25,000 രൂപ വിക്കായിരുന്നു. ഹെലികോപ്റ്റർ വിക്ക് വെച്ചേക്കണ്. അത് മൊട്ടത്തലല്ലേ? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാ. അത് എത്തത്തുമില്ല. കമ്പിട്ട് വല്ല എനിക്ക് കുത്തി തരണം. ഞാൻ മാറിട്ട് വെച്ചേക്കുന്നതാ. നിങ്ങളല്ല ഈ ആളെ വിക്കിന് എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതിന് 25,000 ഒന്നുമില്ല. കൂടിയ പോയ ഒരു 10,000-2,500 രൂപ അത്രേ ഉള്ളൂ. 2,500 രൂപയോ? പിന്നെ എനിക്ക് 2,500 രൂപ. എനിക്ക് 19,000 രൂപ വേണം. അതൊന്നും പറ്റത്തില്ല. എന്റെ വീടൊക്കെ കൊണ്ട് നശിച്ച്. എവിടെ നശിച്ചു കിടക്കുന്നു? ഉമ്മ അല്ല, ഇത് കഴിഞ്ഞ് കല്ല് ഉറക്കി എറിഞ്ഞാൽ പൊട്ടിച്ചാ പോരെ. എനിക്കൊരു 19,000 രൂപ തരണം. അത് പറ്റത്തില്ല. നിന്റെ ബാത്റൂമിന്റെ കേസ് ആണെങ്കിലും ഓക്കെ. ബാത്റൂമിൽ എത്ര വരും? ഒരു 400 രൂപ കൊടുത്താൽ അതിനെ ഒതുക്ക്. 400 രൂപയോ? പിന്നെ 4 ഓലക്കീരെടുത്ത് ചുറ്റും വെക്കാൻ വേണ്ടി അത് തന്നെ കൂടുതലാണ്. പറ്റത്തില്ല. എനിക്ക് അറ്റാച്ച് ബാത്റൂം തന്നെ വേണം. എനിക്ക് വേണം ഇത്. ഞാനൊരു കാര്യം പറയാം, സീരിയസ് ആയിട്ട് ഇതൊന്നും ശരിയാകത്തില്ല കേട്ടോ. നീ എങ്ങനെയെങ്കിലും ഒതുക്കുന്നതാണ് നല്ലത്. പണിയാവും. നിന്റെ ഹെലികോപ്റ്റർ ആണോ? ആണ്. ആണെങ്കിൽ പൈസ തന്നേ പറ്റൂ. അയ്യോ, എനിക്ക് പൈസ ഒന്നും തരാനില്ലെന്ന്. അതൊക്കെ പോട്ടെ. നീ വന്നപ്പോ മുതൽ ഇവളെ സപ്പോർട്ട് ചെയ്യണല്ലേ? പാവം പിടിച്ചവൻ പാറമട ജോലി. നിന്റെ കള്ളമാപ്പിളയല്ലേ ഇടിയവൻ? അയ്യോ, പറഞ്ഞു കേട്ടോ നിങ്ങൾ എന്റെ കള്ളമാപ്പിളയാണെന്ന്. അത് കേൾക്കാൻ ഒരു ചെറിയ സുഖം. ഓ, sorry മനുഷ്യ. എന്താണ് പറഞ്ഞത്? കള്ളമാപ്പിള. അത് കൊള്ളാം. ഒന്നും പറ. നിങ്ങൾ എന്തോടാ ബന്ധം? എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പൊ ഇത് കണ്ടതേ ഉള്ളൂ. നിന്റെ പേരെന്തോടാ? എന്റെ പേര് ബിജു. എവിടെ നിന്നാ വരുന്നേ? ഞാൻ കയ്യടിമനാ. കാലടി മനയെന്നല്ലേ? കാലടിച്ച് എത്ര കാലുണ്ട് കാലിട്ടടിക്കണം. ഇനി കൈയിട്ടടിക്കുക. അതാണ് ഇവിടെ ആവശ്യം. കയ്യടി മന എന്ന് പറഞ്ഞാൽ കയ്യടി മന. കല്യാണം കഴിഞ്ഞോടാ? അയ്യോ, ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് 8 മക്കളുണ്ട്. 8 മക്കളാ? പിന്നെ ദേഷ്യം വരൂലേ? ദേഷ്യം വരൂലെന്നോ? എന്നാ? എനിക്കറിഞ്ഞൂടാ. എടി പൈസ എടുക്കടി. എനിക്ക് ചെലവ് തരാം. അയ്യോ, എന്റെ കയ്യിൽ പൈസ ഇല്ല. നിന്റെ ഹെലികോപ്റ്റർ ആണോ? 6 ഹെലികോപ്റ്റർ? എവരെയാ? എടോ, അത് ഇങ്ങാരുടെ ഹെലികോപ്റ്റർ ആണോ? എന്റെ അല്ലാന്ന്. 6 ഹെലികോപ്റ്റർ ഇവനെയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവർക്ക് 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? ഇവർക്കല്ലേ ഇത്രയും നഷ്ടം വന്നത്? അപ്പൊ എന്റെ കുളിമുറിക്ക് ഒരു വിലയില്ലേടെ? എനിക്ക് നല്ലപോലെ കുളിക്കണം. എനിക്ക് തലഭാഗം വേണം. എനിക്ക് വാലുഭാഗം വേണം. എങ്ങനെ? എനിക്ക് തലഭാഗം. ദൂരെ മീന് കണ്ടിച്ചെടുക്കും പോലെ തലയും വാലും ഒന്നും പറഞ്ഞോണ്ട് നിൽക്കുന്നത്. നീ വേണമെങ്കിൽ നടുഭാഗം എടുത്തോ. എനിക്ക് വേണ്ട. നിങ്ങൾ നടുവാ. ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയാം കേട്ടോ. നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇത് ഉണ്ടാക്കണം. ഞാൻ ചോദിക്കട്ടെ. ഈ ഹെലികോപ്റ്റർ ഇനി മുതൽ എന്റെ പെയിന്റ് എടുത്തോണ്ട് വന്ന് എഴുതടാ. AL2 4545. അതെന്തോന്നു? എന്റെ ബൈക്കിന്റെ നമ്പർ. ഇനി ഇത് മുതൽ എന്റെ അല്ലേ, അതുകൊണ്ട് അങ്ങനെ എഴുത്. അങ്ങനാണെങ്കിൽ ഇവളോട് എഴുതി വെക്കണം, ദിവാകരക്കുറിപ്പ് ഈ വീടിന്റെ ഐശ്വര്യം. ഇത് വീടല്ല. അതെന്റെ അപ്പൂപ്പന്റെ പേരാ. ഇത് എനിക്ക് വീട് പോലെ. ഞാൻ നിന്റെ അപ്പൂപ്പന്റെ പേര് നിനക്ക് ഓടിക്കാൻ അറിയാമോ? ഓടിക്കാനൊക്കെ ഇയാൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കേട്ടെ. ബൈക്ക് ഓടിക്കുന്ന 8, കാർ ഓടിക്കുന്ന 8. ഇതെന്തെടുക്കും? ഇത് റൗണ്ട്. എടാ ഒന്ന് പോടാ കാലം. ഞാൻ പോണം. ഞാൻ ഇത് ശരിയാകത്തില്ല കേട്ടോ. ഞാൻ പോവരുത്. അങ്ങനെ അങ്ങ് പോ. അതിന്റെ കാര്യം തീരുമാനം ഉണ്ടാക്കിട്ട് പോ. ഞാൻ പോവും. തീരുമാനം ഉണ്ടാക്കി. ഞാൻ പോവും. മുന്തിരി പാടം പൂത്ത
വെച്ചോളാം. എന്തൊരു പരിപാടിയുടെ നമ്മൾ മൂന്നുപേരും തന്നെ ആദ്യം തുടങ്ങിയ ഡാൻസ് എന്നിട്ട് പകുതിക്ക് വെച്ച് എന്നെ ഫീൽഡ് ഔട്ട് ആക്കി എന്തിനാ എന്തിനാ നീ എന്നെ ഫീൽഡ് ഔട്ട് ആക്കിയത്? ഞാൻ കളിച്ച് കയറണം, എനിക്ക് എന്റെ ഡാൻസ് ഒക്കെ ഇവിടെ വൈറലാ. അങ്ങനെ നീ അടിച്ചു കയറി പോകണം, എനിക്കത് പിടിക്കൂല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമല്ല. ഞാൻ ഇതിൽ ലിഫ്റ്റ് അടിച്ച് വന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് നഷ്ടം ഒരു കാര്യം, ഇതിന് എത്ര രൂപ കിട്ടും? എത്ര? ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എന്തായാലും അവന്റെ ഓട്ടം ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ഇതിന് അവകാശം ഇല്ല, ഇവരാണ് അവകാശം എന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, രണ്ടുപേർക്കും നഷ്ടമുണ്ട്. ഏറ്റവും കൂടുതൽ നഷ്ടം ഇവർക്കല്ലേ. അപ്പൊ 50 ലക്ഷത്തില് ഒരു 30 ലക്ഷം ഇവർക്കും, ഒരു 20 നിങ്ങൾക്കും. അത് പറ്റൂല, അത് പറ്റത്തില്ല. അത് പറ്റത്തില്ലേ? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 20 ലക്ഷം നിനക്കും 30 ലക്ഷം ഇവർക്കും. അത് കറക്റ്റ്, അത് ഓക്കെ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാം. പക്ഷെ ഇത് എങ്ങനെ പൈസ ഒപ്പിച്ചോണ്ട് വരും? ഞാൻ ഇത് കൊണ്ട് വിറ്റ് പൈസ കൊണ്ട് വരത്തില്ലേ. അതെങ്ങനെ വിശ്വസിക്കും നീ പോയിട്ട് വരുമെന്ന്? എന്റെ പൊന്ന് ദൈവമേ, ഞാൻ വന്ന സമയം മുതലേ ഇതിൽ ലിഫ്റ്റ് അടിച്ച് വന്നതാണെന്ന് പറഞ്ഞ കള്ളം നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇതും വിശ്വസിച്ചേ പറ്റൂ. പിന്നല്ലാതെ അപ്പൊ ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞു. അതല്ലേ ലിഫ്റ്റ് അടിച്ച് വന്നവൻ. അപ്പൊ നീ? ഞാനാണ് ഇതിന്റെ ഓണർ. അറിയണം അവനെ. അടിക്കല്ലേ, അടിക്കണി അവനെ.